ഗായ്സ് അങ്ങനെ തഞ്ചാവൂരിൻ്റെ രണ്ടാമത്തെ വീഡിയോ ഉണ്ട്. നമ്മൾ റൂമിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ് ഇത്. കണ്ട തഞ്ചാവൂരിൻ്റെ അടുത്ത് തന്നെ നമുക്ക് റൂം സെറ്റായി. പക്ഷേ നെയ്റ്റ് വന്ന് കിടന്നത് തന്നെ സത്യം പോലെ ഇത്ര അടുത്താന്ന് ഞങ്ങൾ വിചാരിച്ചു പോലും ഇല്ല. പക്ഷേ രാവിലെ എണിച്ച് നോക്കിയപ്പോഴാണ് ഇത്രയും. പിന്നെ ഒന്നും നോക്കിയില്ല, കുളിച്ച് റെഡിയായി എല്ലാം സെറ്റാക്കി ബാഗും കാര്യങ്ങളൊക്കെ റൂമിൽ തന്നെ വെച്ച് എല്ലാം സെറ്റാക്കി ഞങ്ങൾ 5 ആളും കൂടി നടന്നു ഗായ്സ്. നടന്ന് നേര് പോയത് എവിടേക്ക് വെച്ചാൽ കാലത്ത് തന്നെയാണ്. ഇപ്പോൾ ചായ കുടിച്ചിട്ട് ഇറങ്ങാമെന്നുള്ള പ്ലാനാണ്. എന്നുവെച്ചാൽ കാലത്ത് പോയാലും അതിൻ്റെ ഒരു വൈബ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഫസ്റ്റിന് നമ്മൾ നേരെ അതിൻ്റെ തഞ്ചാവൂരിൻ്റെ ഫ്രണ്ടിൽ തന്നെ, അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചായക്കടയുണ്ട്. ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് നേരെ ചായ കുടിക്കുമ്പോൾ കണ്ട കാഴ്ചയാണ് ഇതാ. നമ്മുടെ തഞ്ചാവൂർ പോയ മെയിൻ അട്രാക്ഷൻ ചെയ്യുന്ന സംഭവമാണ് തലയാട്ടി ബൊമ്മ. അതാണ്ടാ. പക്ഷെ അതൊക്കെ മേടിച്ചൊക്കെ ചെയ്തോട്ടെ ഞങ്ങൾ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ എൻട്രിങ് പോയിൻ്റായ തഞ്ചാവൂരിൻ്റെ ഫ്രണ്ടിലെത്തി ഗൈസ്. പിന്നെ ടിക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, ഫ്രീ ആണ്. അതെല്ലാവർക്കും അറിയാം, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. അവിടെ ചെന്ന് കണ്ട കാഴ്ചയാണ് ഗായ്സ്. എൻ്റെ ഒപ്പം എൻ്റെ കിളി, സത്യം പോലെ കിളി പോയി പറഞ്ഞാൽ കിളി പോയി. ഞാൻ ആലോചിച്ചിട്ട് ഒരു പിടുത്തൂല്ല. ഇതൊക്കെ ഇത്രയും കൊല്ലം മുമ്പ് ഇങ്ങനെയൊക്കെ കെട്ടണമെങ്കിൽ ഞാൻ അവിടെ പോയി ഇരുന്നു. സത്യം പോലെ ഇത് കണ്ട് ആസ്വദിച്ചത് എൻ്റെ കിളി പോയിട്ട് ഞാൻ അവിടെ ഇരുന്നു ഗായ്സ്. ഞങ്ങൾ 5 പേരും കൂടി പോയി വെച്ചാൽ 5 പേരും 5 വഴിക്ക് പോയി. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒറ്റയ്ക്ക് പോയാലോ ഇതിൽ ഓരോ ഭാഗങ്ങളും നമുക്ക് ക്ലിയർ ആയിട്ട് നോക്കാൻ കഴിയുള്ളൂ. ഇതാണ്ടാ ഓരോ എഴുത്തും കാര്യങ്ങളും. സത്യം പോലെ ഞങ്ങൾ 2 മണിക്കൂർ 3 മണിക്കൂർ ഞങ്ങൾ തനിത്തനിയായി പിരിഞ്ഞ് പരമാവധി എങ്ങനെയൊക്കെ ഞങ്ങളിത് ആസ്വദിക്കാൻ പറ്റും ഞാൻ പരമാവധി ആസ്വദിച്ചു. ഒറ്റയ്ക്ക് പോയിട്ട് തന്നെ ഇതെല്ലാം കണ്ടറിഞ്ഞ് സത്യം പറയല്ലോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൂട്ടത്തോടെ പോയി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. നമ്മൾ സത്യം പോലെ തനിത്തനിയായി പോയി ഒറ്റയ്ക്ക് പോയിട്ട് ഓരോ ഭാഗങ്ങളും കറക്റ്റായിട്ട് നോക്കണം ഗായ്സ്. ആകെ കിളി പോയി. ഇതൊക്കെ ഒരു കല്ലിൽ കൊത്തിയെടുത്താണ് പറയുമ്പോഴില്ലേ സത്യം പറയും വിശ്വസിക്കാൻ കൂടി പറ്റില്ല ഗായ്സ്. ഞാൻ സത്യം പറയല്ലോ അത് ഫുള്ള് ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്ന് സത്യം പറയല്ലോ ഇതാണ്ടോ ഓരോ ഭാഗങ്ങളും നീക്കങ്ങൾ. അതൊക്കെ കഴിഞ്ഞ് ചെറിയ ചെറിയ ഭാഗങ്ങളെ ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുള്ളൂ. എന്താ വെച്ചാൽ ഒരുപാട് ഫോണേ യൂസ് ചെയ്തില്ല. ആകെ അപൂർവം മാത്രം. പിന്നെ ഇതാണ്ടോ ഒരു കല്ലൊക്കെ കണ്ടോ, ഒറ്റ കല്ലിലാണ് ഇത് ഇത്രയും വലിയൊരു സംഭവമൊക്കെ എന്താ പറയുക കൊത്തിയെടുത്തിരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും തഞ്ചാവൂരിന് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യം പറയല്ലോ പോയിക്കോ, അവിടെ പോയിട്ട് ഒറ്റയ്ക്ക് നടക്കണം. ഒറ്റയ്ക്ക് നടന്നാലോ ഇതിലെല്ലാം കറക്റ്റായിട്ട് ആസ്വദിക്കാൻ പറ്റില്ല ഗൈസ്. ഇതാണ്ടോ പഴയ അതിൻ്റെ ഫോട്ടോവും ഇതൊക്കെ എൻ്റെ സത്യം പറയല്ലോ നമുക്ക് ആലോചിച്ച് ഒരു പിടുത്തം ഉണ്ടായില്ല ഗൈസ്. അത്രയും ഒരുപാട് സംഭവങ്ങൾ അതിലുണ്ട്. എത്ര നോക്കിയാലും അത് മതി വരില്ല ഗായ്സ്. ഞാൻ സത്യം പറയില്ല അവിടെ നിന്ന് പോകാനേ തോന്നില്ല. കേട്ടോ ഒരു കല്ലിൽ ഇങ്ങനെ കുത്തിയെടുക്കാൻ പറഞ്ഞാൽ അതൊരു കഴിവ് തന്നെ ഗായ്സ്. ആകെ കിളി പോയി, എൻ്റെ പറഞ്ഞ കിളി പോയി. പിന്നെ അവിടെ നിന്ന് എല്ലാം ഇങ്ങനെ കറക്റ്റായി കുറേ നേരം ആസ്വദിച്ച് നിന്ന്, ഒരുപാട് നേരം നിന്നില്ല, 2-3 മണിക്കൂറൊക്കെ അവിടെ കിടന്ന് നിന്ന്. പിന്നെ അവിടെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ പോയി കണ്ട് എല്ലാം സെറ്റായി. ചെറിയൊരു തഞ്ചാവൂരിൻ്റെ വീഡിയോ ഉണ്ട്. എങ്ങനെയുണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് അടിക്കുക. പിന്നെ അവിടെ നിന്ന് റൂം വെക്കേറ്റ് ചെയ്യാൻ സമയമായല്ലോ. പിന്നെ അവിടെ നിന്ന് റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഞങ്ങളെല്ലാവരും മെല്ലെ സ്കൂട്ടായി നേരെ പോയി നമ്മുടെ അവിടെ തഞ്ചാവൂരിൽ ഒരു ബിരിയാണി കഴിക്കാമെന്നുള്ള പ്ലാനിൽ ബിരിയാണിയൊക്കെ കഴിച്ച് നേരെ അവിടെ നിന്ന് യാത്ര ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് തഞ്ചാവൂരിലെ ഫസ്റ്റ് വീഡിയോ. ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഞാൻ പോസ്റ്റ് ആക്കിയതിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. അപ്പോൾ ചെറിയ ഷോട്ടാണ് ഞാൻ എടുത്തുള്ളൂ, ഒരുപാട് ഷോട്ട് എടുത്തിട്ടില്ല. എല്ലാം ആസ്വദിക്കാൻ വേണ്ടി പോയ കാരണം ഒരുപാട് ഷോട്ട് എടുത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് ചെറിയൊരു തഞ്ചാവൂർ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.